പ്രിയമുള്ളത്, പ്രത്യക്ഷത്തിൽ അരാഷ്ട്രീയത പ്രകടിപ്പിക്കുന്ന മുഖങ്ങളെ ഇടതുപക്ഷ സാംസ്കാരിക പരിസരത്ത് ഉപയോഗിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന ഒരു ചിന്ത വളരെ പ്രസക്തമാണ് എന്നത്. മമ്മൂട്ടിയായി ബന്ധപ്പെട്ടുള്ള ഒന്ന് രണ്ട് ഇഷ്യൂസ് ഈ തെരഞ്ഞെടുപ്പ് കാലം തൊട്ടേ ഉയർന്നു വന്നിട്ട്. ഒന്ന്, അദ്ദേഹം വയനാട് ടൗൺഷിപ്പ് സന്ദർശിച്ച സമയത്ത് എടുത്ത നിലപാട്. രണ്ട്, കേരള മുഖ്യമന്ത്രിയെ വി.ഡി. സതീശന് കൊച്ചി പൗരാവലി നൽകിയ സ്വീകരണത്തിൽ അദ്ദേഹം പങ്കെടുത്ത നിലപാട്. ഇതൊക്കെ ചുറ്റിപ്പറ്റിയാണ് മമ്മൂട്ടിയുടെ രാഷ്ട്രീയം, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വന്നു. മമ്മൂട്ടിയെ രണ്ട് രീതിയിൽ നമുക്ക് കാണാം. ഒന്ന്, സിനിമയുടെ മുഖം എന്ന നിലയ്ക്കും, രണ്ട്, അയാളുടെ വൈയക്തിക മുഖം എന്ന നിലയ്ക്കും. സിനിമയുടെ മുഖം എന്ന നിലയ്ക്ക് കേരളത്തിലെ വാണിജ്യ സിനിമയുടെ ഏറ്റവും ശക്തനായ മുഖമാണ് മമ്മൂട്ടി. അതുകൊണ്ട് തന്നെ അദ്ദേഹം പങ്കുവയ്ക്കുന്ന രാഷ്ട്രീയം വാണിജ്യ സിനിമയുടെ അല്ലെങ്കിൽ മൂലധന താല്പര്യങ്ങളുടെ രാഷ്ട്രീയമാണ്. അല്ലാതെ അദ്ദേഹം ഒറ്റപ്പെട്ട അക്കാദമിക് സിനിമകളിൽ അഭിനയിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ നിർമ്മിക്കുന്ന സിനിമകൾ അഭിനയിക്കുന്നുണ്ടെങ്കിലും മമ്മൂട്ടിയുടെ മുഖ്യ പ്രൊഫഷൻ അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മൂലധന താല്പര്യങ്ങളുടേതാണ് എന്ന് എനിക്കും നിങ്ങൾക്കും സംശയമുണ്ട്. വ്യക്തിപരമായിട്ട് മമ്മൂട്ടി ഏതെങ്കിലും ഘട്ടത്തിൽ തൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങൾ ഇതാണ് എന്ന് ഒരിടത്തും പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് മമ്മൂട്ടിയെ പോലുള്ളവർ തങ്ങളുടെ രാഷ്ട്രീയത്തെ പ്രകടമായി സാക്ഷ്യപ്പെടുത്താത്തത്? കാരണം ഇവർക്കെല്ലാം തന്നെ വ്യക്തിപരമായ മൂലധന താല്പര്യങ്ങളുണ്ട്. ആ മൂലധന താല്പര്യങ്ങളുടെ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഏതെങ്കിലും രാഷ്ട്രീയ കള്ളിയിൽ ആണ് താൻ പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് മറ്റ് രാഷ്ട്രീയ വിശ്വാസധാരകളുടെ ഭരണകൂടങ്ങൾ നിലവിൽ വരുന്ന സമയത്ത് തിരിച്ചടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വി ഐ പികളായിട്ടുള്ള വലിയ സമ്പന്നന്മാരായിട്ടുള്ള കലാകാരന്മാരും സിനിമാ പ്രവർത്തകരൊക്കെ പ്രത്യക്ഷ രാഷ്ട്രീയ വീക്ഷണം പങ്കുവയ്ക്കാത്തത്. അപ്പം അതുകൊണ്ട് തന്നെ മമ്മൂട്ടി ഒരു പ്രത്യേക രാഷ്ട്രീയ വീക്ഷണം പൊതുജനസമക്ഷം സാക്ഷ്യപ്പെടുത്താത്തത് മമ്മൂട്ടിയുടെ ഒരു തെറ്റായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ എവിടെയാണ് തെറ്റ് എന്ന് പറയുന്നത്, മമ്മൂട്ടിയെ പോലെ മുഖ്യധാര സാംസ്കാരിക പരിസരത്ത് ഒരു അരാഷ്ട്രീയ മുഖം ആയിട്ട് അടയാളപ്പെടുത്തുന്ന ഒരാളെ ഇടതുപക്ഷ മാധ്യമം എന്ന് വിവക്ഷയിൽ രൂപപ്പെടുത്തിയ ഒരു ചാനലിൻ്റെ ചെയർമാൻ സ്ഥാനത്തിരുത്തുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ്. ദീർഘകാലമായിട്ട് ആ സ്ഥാപനം സ്ഥാപിച്ച അന്ന് തൊട്ട് അദ്ദേഹം തന്നെയാണ് അതിൻ്റെ ചെയർമാൻ. അപ്പം അങ്ങനെ ഒരാളെ ഇരുത്തുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇയാൾ ഇടതുപക്ഷക്കാരനാണ് എന്ന് സമൂഹ സമക്ഷം ഐഡന്റിഫൈ ചെയ്യാനുള്ള, തെറ്റിദ്ധരിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ തെറ്റിദ്ധാരണകൾ പല വിമർശനങ്ങളെയും അതേപോലെ തന്നെ പലതരം തെറ്റായ സന്ദേശങ്ങളെയും സമൂഹത്തിൽ സന്നിവേശിക്കുന്നു. അപ്പം അയാൾ മമ്മൂട്ടി ഒരു ഇടതുപക്ഷക്കാരനാണ് എന്നൊരു തോന്നൽ സമൂഹ സമക്ഷം ഉണ്ടാകുന്നുണ്ട്. അതുണ്ടാക്കുന്ന വിപരീത ഫലം വളരെ വലുതാണ്. അതാണ് ആദ്യത്തെ കേസിൽ വയനാട്ടിൽ അദ്ദേഹം പോയിട്ട് വയനാട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള K. റഫീഖിനോട് അദ്ദേഹം മര്യാദാരഹിതമായി പറഞ്ഞ കാര്യം വലിയ ചർച്ചയായിട്ട് രൂപപ്പെടാനുള്ള കാരണം ഈ സാഹചര്യമാണ്. അദ്ദേഹം ഒരു ഇടതുപക്ഷത്തിൻ്റെതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു മാധ്യമത്തിൻ്റെ തലപ്പത്ത് ഇരിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ്. അല്ലെങ്കിൽ ഇതൊന്നും ഒരു വലിയ വിഷയമായിട്ട് വരില്ല. മമ്മൂട്ടി ആയാലും ഏത് മോഹൻലാലായാലും ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഏത് അധികാര കേന്ദ്രങ്ങളിലേക്കും ചായാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ നമുക്ക് വില വെച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞ ഇതാണ് പ്രശ്നം. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇടതുപക്ഷ മാധ്യമങ്ങൾ എന്ന് വിവക്ഷിക്കപ്പെടുന്ന മാധ്യമങ്ങളുടെ രാഷ്ട്രീയം തന്നെ എന്ത് ചെയ്യാണ്, അല്ല അപ്രസക്തമായി പോവുകയാണ്.
ഇപ്പം ഒരു രാഷ്ട്രീയ മാധ്യമം എങ്ങനെ ഇരിക്കണം, അല്ലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മേൽക്കൈയുള്ള മാധ്യമം എങ്ങനെ ഇരിക്കണമെന്ന് സമകാലീന കേരളത്തിൽ നമുക്ക് ഉദാഹരണം പറയാൻ കഴിയുന്നത് ഒന്ന് മീഡിയ വൺ ആണ്. മീഡിയ വൺ ഏത് രാഷ്ട്രീയ താല്പര്യത്തെയാണ് പ്രതിദാനം ചെയ്യുന്നത്, ആ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ശക്തമായി വർത്തിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയണം. അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് ഉപരിയായിട്ട് അവർ ഒരു തലത്തിലും പ്രവർത്തിക്കുന്നില്ല. ആത്യന്തികമായി അവർ ഏത് രാഷ്ട്രീയ പദ്ധതിയാണോ വിജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രസ്തുത രാഷ്ട്രീയ പദ്ധതിക്ക് വേണ്ടി ആ മാധ്യമം നിലകൊള്ളുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലുള്ള ഒരു പാർട്ടിക്ക് കൈരളിയേക്കാൾ മെച്ചപ്പെട്ട ഇടതുപക്ഷ രാഷ്ട്രീയം പ്രകടമായി പറയുന്ന ഒരു മാധ്യമം ഉപയോഗിക്കാൻ കഴിയേണ്ടതുണ്ട്. കാരണം കൈരളി എന്നുള്ളത് കേവലം വാണിജ്യ ഫോർമാറ്റിൽ മുന്നോട്ട് പോകുന്ന ഒരു മാധ്യമമാണ്. അത് രാഷ്ട്രീയത്തെക്കാൾ സമൂഹത്തിൽ സന്നിവേശിക്കുന്ന അരാഷ്ട്രീയതയാണ് എന്ന് തിരിച്ചറിയണം. അപ്പൊ ഇടതുപക്ഷത്തിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയം പറയാനുള്ള ശക്തമായ മാധ്യമങ്ങൾ ഇല്ലാതെ പോകുന്നത് വലിയൊരു അപകടമാണ് സമൂഹത്തിൽ. കാരണം എന്നാൽ ഇന്ന് ആളുകളുടെ മനസ്സിനെയും ചിന്തയെയും ഭരിക്കുന്നത് പുതിയ തരം മാധ്യമ പരിസരമാണ്. ആ പരിസരത്തിൽ വളരെ ശക്തമായിട്ട് ഇടപെടാനുള്ള സാധ്യത ആരായേണ്ടത് പുരോഗമന രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു സാധ്യത ഉപയോഗിക്കപ്പെടാതെ മറ്റ് പ്രത്യയശാസ്ത്ര സ്വാധീനങ്ങൾ സമൂഹത്തെ ഭരിക്കാൻ തുടങ്ങുകയും അടിസ്ഥാനവർഗ രാഷ്ട്രീയം എന്നുള്ളത് സമൂഹത്തിൽ നിന്ന് പതിയെ ബാക്ക് ബെഞ്ചിലേക്ക് തള്ളപ്പെടുകയും ചെയ്യും. അപ്പൊ ഈ രാഷ്ട്രീയ സാധ്യത ഉപയോഗിക്കാത്തടുത്താണ് മമ്മൂട്ടി എന്നുള്ളത് ഒരു ആഡംബരമായിട്ട് മാറുന്നത്. ഇത്തരക്കാരെ ഉപയോഗിക്കുകയല്ല വേണ്ടത്, നേരെ മറിച്ച് ശക്തമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ബോധമുള്ള ആൾക്കാരെ അത്തരം പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരിക്കാനുള്ള ഗൗരവമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, സമൂഹത്തിൽ ഒരുപാട് സംഘടനകൾ കൃത്യമായ പ്രത്യയശാസ്ത്ര ദിശയില്ലാതെ രൂപപ്പെടുന്നുണ്ട്. ഇപ്പം ഡോക്ടർമാരുടെ സംഘടനയായാലും കലാകാരന്മാരുടെ വ്യത്യസ്ത സംഘടനകൾ, അത് സംഘടിത മേഖലയിലുമുണ്ട് അസംഘടിത മേഖലയിലും അത്തരം സംഘടനകളുണ്ട്. ഇതൊക്കെ തന്നെ ആത്യന്തികമായിട്ട് വലതുപക്ഷത്തിനെ സഹായിക്കുന്ന രൂപത്തിലാണ് ഈ സംഘടനകളുടെ പ്രവർത്തനങ്ങളൊക്കെ മാറുന്നത്. വിമർശനം, ആക്ഷേപഹാസ്യ രൂപത്തിൽ സാമൂഹ്യ വിമർശനം നടത്തുന്ന മിമിക്രിക്കാരുടെ സംഘടനയുടെ മുഖ്യ രക്ഷാധികാരിയായിട്ട് പോലും മാറുന്നത് കേരളത്തിലെ സംഘപരിവാർ മുഖമായിട്ടുള്ള സുരേഷ് ഗോപിയാണ്. ഇത്തരം സംഘടനകളുടെ മേലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് യാതൊരു ആധിപത്യവും ഇല്ലാതായി മാറുന്നു. വലിയ മേഖലയുണ്ട് കേരളത്തിൽ. പുതുതായിട്ട് വികസിച്ചു വന്ന പുതിയ തൊഴിൽ മേഖലയിലെല്ലാം തന്നെ ഈ അർത്ഥത്തിൽ എന്താണ്, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെതായിട്ടുള്ള അസാന്നിധ്യം നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. അപ്പം ഇങ്ങനെയുള്ള ഒരു അരാഷ്ട്രീയ പരിസരം കേരളത്തിൽ പതിയെ വളരെ ശക്തമായിട്ട് പ്രബല ഗ്രൂപ്പുകളായിട്ട് ഈ അരാഷ്ട്രീയ സംഘടനകൾ മാറുന്നുണ്ട്. അപ്പം അതിൻ്റെ ദീർഘകാലമായിട്ടുള്ള അതിൻ്റെ ഫലം എന്നുള്ളത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കേരളത്തിൽ നിന്ന് പതിയെ നിർവീര്യമാക്കുന്ന അവസ്ഥ വരുമെന്നുള്ളതാണ്. അപ്പം ഇത് കേവലം മമ്മൂട്ടിയുടെ രാഷ്ട്രീയ പ്രഖ്യാപനത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടിൻ്റെ പ്രശ്നം മാത്രമല്ല, സമൂഹം അതിവേഗം വലതുപക്ഷവൽക്കരിക്കപ്പെടുന്ന എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത്. അല്ലാത്ത പക്ഷം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് യാതൊരു അതിജീവനവും കേരള സമൂഹത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല.